നഗരസഭയിലെ കോൺഗ്രസ് അംഗവുമായ വനിതാ മെമ്പറെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി ആക്രമിച്ച കേസ് ഒതുക്കി തീർക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനും ജനാധിപത്യ മര്യാദാ ലംഘനമാണ് എന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. നിലമ്പൂർ നഗരസഭയിൽ ഒരു കോൺഗ്രസ് വനിതാ പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ അക്രമം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിലമ്പൂർ നഗരസഭയിലെ ഒരു വനിതാ മെമ്പറും കോൺഗ്രസ് പ്രവർത്തകയുമായ ഒരു സ്ത്രീക്ക് അവരുടെ വീട്ടിൽ കയറി ഒരു അക്രമം അഴിച്ചുവിടുകയും അസഭ്യം വിളിക്കുകയും ചെയ്ത ഒരു പ്രതിയുടെ പേരിൽ പരാതി പോലീസ് സ്റ്റേഷനിലെത്തി അവർ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കേസ് ഒതുക്കി തീർക്കുന്ന മധ്യസ്ഥയിലെത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീയുടെ നേരെ ഉണ്ടാകുന്ന ഏത് ഒരു അതിക്രമവും അംഗീകരിച്ചു പോവാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനു മുൻപേയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള ഏതൊരു അക്രമത്തെയും യാതൊരു കാരണവശാലും അംഗീകരിക്കാനോ സമ്മതിക്കുന്നതിനോ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കില്ല. അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും, അതിൽ പ്രതികരിക്കും. പോലീസ് FIR ഇട്ട കേസ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഒതുക്കി തീർക്കുവാൻ നോക്കുകയാണോ എന്നും സംശയിക്കുന്നു എന്നും മഹിളാ അസോസിയേഷൻ നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ ഇതിനു മുൻപും സ്ത്രീകൾക്ക് ക്രൂരമായ അനുഭവം നേരിട്ടതാണ്. കോൺഗ്രസിലെ ഓഫീസിലെ ജീവനക്കാരി കൊല ചെയ്യപ്പെട്ടത് ആ പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെയായിരുന്നു. പല ഉന്നതന്മാരിലേക്കും പ്രതിപട്ടിക നീണ്ടപ്പോഴും ആരോപണം ഉയർന്നപ്പോഴും അവരെ സംരക്ഷിച്ചു. വാണിയമ്പലത്ത് സഹപ്രവർത്തകയെ കൊല ചെയ്ത് വീടിന് മുൻപിൽ കുഴിച്ചുമൂടിയ കേസിലും പ്രതിപട്ടിക വന്നപ്പോഴും കോൺഗ്രസ് മൗനത്തിൽ നിന്നു. പാർട്ടി പ്രവർത്തകയും കൌൺസിലറുമായ മെമ്പർക്ക് ഭീഷണി മുഴക്കി അക്രമം കാട്ടിയ പ്രതിയെ എത്രയും വേഗം പിടിക്കുവാനുള്ള നടപടി വേഗത്തിലാക്കുവാൻ പോലും നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വവും മഹിളാ കോൺഗ്രസും മുന്നോട്ട് വരുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അക്രമം കാട്ടിയവരെ പിടികൂടിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ പ്രസിഡന്റ് പുഷ്പവല്ലി, വൈസ് പ്രസിഡന്റ് വത്സല, ജോയിന്റ് സെക്രട്ടറി സുജ ബൈജു തുടങ്ങിയ ഭാരവാഹികൾ സംസാരിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.